റഷ്യൻ തടവിലുള്ള 16,000-ലധികം യുക്രൈൻ പൗരന്മാർ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുന്നതായി ഐക്യരാഷ്ട്രസഭ. രാജ്യാന്തര നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് റഷ്യ ഇവരെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നതെന്നും UN മനുഷ്യാവകാശ വിഭാഗം അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ ക്ലോഡിയ ഫ്യൂന്റസ് ജൂലിയോ വ്യക്തമാക്കി. UN രക്ഷാസമിതിയുടെ അനൌദ്യോഗിക യോഗത്തിലാണ് റഷ്യക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നത്. ലാത്വിയയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ തിങ്കളാഴ്ചയാണ് UN രക്ഷാസമിതി യോഗം ചേർന്നത്. 2022 ഫെബ്രുവരിയിൽ യുക്രൈനിൽ റഷ്യ നടത്തിയ അധിനിവേശത്തിന് ശേഷം തടവിലാക്കപ്പെട്ട സാധാരണക്കാരുടെയും സൈനികരുടെയും ദുരിതങ്ങൾ യോഗം ചർച്ച ചെയ്തു. യുക്രൈനിൽ നിന്നുള്ള യുദ്ധ തടവുകാർക്കും സാധാരണക്കാർക്കും നേരെ റഷ്യൻ സൈന്യം വ്യാപകമായ പീഡനങ്ങളും ലൈംഗിക അതിക്രമങ്ങളും തുടരുകയാണെന്ന് ക്ലോഡിയ ഫ്യൂന്റസ് ജൂലിയോ യോഗത്തെ അറിയിച്ചു. തടവിൽ നിന്ന് മോചിതരായ 910 യുദ്ധ തടവുകാരോടും 403 സാധാരണക്കാരോടും UN മനുഷ്യാവകാശ വിഭാഗം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. എന്നാൽ റഷ്യയിലെ തടവ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല. തടവിലാക്കപ്പെട്ട 10,000-ലധികം പേരിൽ എത്ര കുട്ടികൾ ഉണ്ടെന്നതിന്റെ കൃത്യമായ കണക്കുകളും ലഭ്യമല്ല. തടവിലാക്കപ്പെട്ട യുക്രൈൻ സൈനികരിൽ 95%-ലധികം പേരും സാധാരണക്കാരിൽ 85%-വും ക്രൂരമായ പീഡനങ്ങൾക്കിരയായതായി UN ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ലൈംഗിക അതിക്രമങ്ങൾക്കും ഇവർ ഇരയായിട്ടുണ്ട്. മതിയായ ഭക്ഷണമോ വൈദ്യസഹായമോ നൽകാതെ മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങളിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത്. ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ ഓഫീസിന്റെ കണക്കുകൾ പ്രകാരം 129 യുക്രൈൻ യുദ്ധ തടവുകാരെ റഷ്യൻ സൈന്യം വധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ക്രൂരമായ മർദ്ദനത്തെയും ചികിത്സ നിഷേധിച്ചതിനെയും തുടർന്ന് 48 പേർ തടവ് കേന്ദ്രങ്ങളിൽ മരിച്ചതായും ക്ലോഡിയ കൂട്ടിച്ചേർത്തു. റഷ്യൻ തടവ് കേന്ദ്രങ്ങളിൽ നിന്ന് മോചിതരായവരുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾക്കും UN രക്ഷാസമിതി സാക്ഷ്യം വഹിച്ചു. മരിയാപോളിൽ അസോവ്സ്റ്റൽ സ്റ്റീൽ പ്ലാന്റിൽ മാസങ്ങളോളം കുടുങ്ങിക്കിടന്ന ശേഷം 2022 മെയ് മാസത്തിൽ റഷ്യൻ സൈന്യത്തിന് കീഴടങ്ങിയ യുക്രൈൻ സൈനികൻ കുവാൻ തന്റെ ദുരനുഭവങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു. മോചിതനാകുമ്പോൾ തനിക്ക് വെറും 55 കിലോഗ്രാം മാത്രമായിരുന്നു ഭാരമെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം തന്റെ മെലിഞ്ഞൊട്ടിയ ശരീരത്തിന്റെ ചിത്രം യോഗത്തിൽ പ്രദർശിപ്പിച്ചു. അമേരിക്കയിൽ പഠിച്ചതിനാലും ക്യൂബൻ പശ്ചാത്തലം ഉള്ളതിനാലും തന്നെ വിദേശചാരനെന്ന് മുദ്രകുത്തി റഷ്യൻ സൈന്യം ക്രൂരമായി മർദ്ദിച്ചതായി അദ്ദേഹം പറഞ്ഞു. കൊടും തണുപ്പിലിട്ടും ഷോക്കടിപ്പിച്ചും ലൈംഗികമായി ഉപദ്രവിച്ചും ഇല്ലാത്ത കുറ്റങ്ങൾ സമ്മതിപ്പിക്കാൻ സൈന്യം ശ്രമിച്ചു. തന്റെ 2 സുഹൃത്തുക്കൾ തടവ് കേന്ദ്രത്തിൽ മർദ്ദനമേറ്റ് മരിച്ചതായും മറ്റു 2 പേർ റഷ്യൻ ജയിലുകളിലെ മോശം സാഹചര്യം കാരണം മരിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി. ക്രിമിയൻ ടാറ്റർ മനുഷ്യാവകാശ പ്രവർത്തകയായ ലെനി ഉമേറോവയും തന്റെ ദുരനുഭവങ്ങൾ പങ്കുവച്ചു. 2014 മുതൽ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള ക്രിമിയയിലുള്ള രോഗിയായ പിതാവിനെ കാണാൻ ജോർജിയയിൽ നിന്ന് റഷ്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ അറസ്റ്റിലാകുന്നത്. കെട്ടിച്ചമച്ച കുറ്റങ്ങൾ ചുമത്തിയാണ് തന്നെ തടവിലാക്കിയതെന്ന് ഉമേറോവ പറഞ്ഞു. അഭിഭാഷകന്റെ സഹായത്തോടെ 3-ാം മാസം കോടതി ഉത്തരവിലൂടെ മോചിതയായെങ്കിലും ജയിലിനെ പുറത്തിറങ്ങിയ ഉടൻ തന്നെ തലയിൽ ചാക്കിട്ട് വീണ്ടും തട്ടിക്കൊണ്ടുപോയി. 6 മാസത്തിനുള്ളിൽ 7 വ്യത്യസ്ത കേന്ദ്രങ്ങളിലേക്കാണ് തന്നെ മാറ്റിയതെന്നും അവർ വ്യക്തമാക്കി. റഷ്യൻ ജയിലുകളിൽ കഴിയുന്ന 6 സ്ത്രീകളുടെ പേരുകൾ വെളിപ്പെടുത്തിയ ഉമേറോവ കുറഞ്ഞത് 84 സ്ത്രീകളെങ്കിലും ക്രിമിനൽ നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. യുക്രൈൻ തടവിലാക്കിയ 816 റഷ്യൻ സൈനികരുമായും 57 മറ്റ് രാജ്യക്കാരുമായും UN പ്രതിനിധികൾ സംസാരിച്ചിരുന്നു. ഇവരിൽ പകുതിയോളം പേരും ചോദ്യം ചെയ്യൽ സമയത്ത് മർദ്ദനമേറ്റതായി വെളിപ്പെടുത്തി. എന്നാൽ യുക്രൈനിലെ തടവു കേന്ദ്രങ്ങൾ രാജ്യാന്തര നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നും 2022 ശേഷം അവിടുത്തെ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും UN നിരീക്ഷകർ വ്യക്തമാക്കി. അതേസമയം റഷ്യൻ സൈന്യം രാജ്യാന്തര നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് റഷ്യയുടെ ഡെപ്യൂട്ടി UN അംബാസഡർ അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.